നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗം. പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് കണക്ക് മനുഷ്യത്വരഹിതമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാർ പുറത്തുവിട്ട കണക്ക് കള്ളക്കണക്കാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും തിരുവഞ്ചൂർ. അല്ലപ്പാറയിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം. കേന്ദ്രം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. നശിക്കുന്നത് 40 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരത്തിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. ബസിനടിയിൽ കുടുങ്ങിയ ബൈക്കും യാത്രക്കാരനെയും മീറ്ററുകളോളം ബസ് വലിച്ചു കൊണ്ടുപോയി. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം നഗരമധ്യത്തിൽ KK റോഡിൽ മലയാള മനോരമ ജംഗ്ഷന് മുന്നിൽ അമിത വേഗത്തിൽ എത്തിയ സ്വകാര്യ ബസ് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി. സ്വകാര്യ ബസിന് അടിയിൽ കുടുങ്ങിയ ബൈക്കും യാത്രക്കാരനെയും മീറ്ററുകളോളം വലിച്ചു നീക്കി. ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരനെ നാട്ടുകാർ ചേർന്ന് ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടയാളെ പ്രഥമ ശുശ്രൂഷകൾ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ 7:30യായിരുന്നു അപകടം. കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പുല്ലത്തിൽ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈരേൽക്കടവ് ഭാഗത്തു നിന്നും പ്രധാന റോഡിലേക്ക് ഇറങ്ങി വന്ന ബൈക്കിനെ ലോഗോസ് ജംഗ്ഷൻ ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ എത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. അടിയിൽ കുടുങ്ങിയ ബൈക്കുമായി മീറ്ററുകളോളം ദൂരം ബസ് നിരങ്ങി നീങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റ യാത്രക്കാരനെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് KK റോഡിൽ ഗതാഗതക്കുരുക്കും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ദുരന്തത്തിൽ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് കണക്ക് മനുഷ്യത്വരഹിതമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ശവമടക്ക് കഴിഞ്ഞ ശേഷം പ്രതീക്ഷിത കണക്ക് പുറത്തുവിടുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ. കാർഗിൽ ശവപ്പെട്ടി കുംഭകോണത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്തുവന്ന കണക്കിനെ പറ്റി ഒരക്ഷരം മിണ്ടാതെയിരിക്കുന്നത് കള്ളക്കണക്കാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണെന്നും അദ്ദേഹം പരിഹസിച്ചു. പാലാ തൊടുപുഴ റോഡിൽ അല്ലപ്പാറയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് 2 വർഷങ്ങളായി. 40 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. കേന്ദ്രം കുടുംബശ്രീയെ ഏൽപ്പിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പാലാ തൊടുപുഴ റോഡിൽ അല്ലപ്പാറയിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത വിശ്രമ കേന്ദ്രം ഏതാനും മാസങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചതെങ്കിലും കരാറുകാരൻ നിർത്തിപ്പോവുകയായിരുന്നു. കരൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിശ്രമ കേന്ദ്രം 40 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ചതാണ്. വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള സൗകര്യത്തോടെ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. കുട്ടികൾക്ക് കളിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. കുടുംബശ്രീക്കാരെ വിശ്രമ കേന്ദ്രം ഏൽപ്പിച്ചാൽ നല്ല നിലയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി AICC അംഗം TD പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് രാജു കാശാംകാട്ടിൽ പതാക ഉയർത്തി ദീപം തെളിയിച്ചു. ICC അംഗം TD പ്രദീപ് കുമാർ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെമ്പാടുമുള്ള അസംഘടിതരും സമൂഹത്തിന്റെ പിൻനിരയിൽ നിൽക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് അവരെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ മേഖലയിലും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് രൂപീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനറൽ സെക്രട്ടറി KP കൃഷ്ണൻകുട്ടി, ഭാരവാഹികളായ NK മോഹനൻ, VR പ്രകാശ്, രാധാകൃഷ്ണൻ കല്ലറ, പ്രകാശ് കുമാർ, രാജേഷ് കാഞ്ഞിരപ്പള്ളി, CC കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേശീയ തൊഴിലാളി ദിനമായ സെപ്റ്റംബർ 17 ഭാരതീയ മസ്ദൂർ സംഘ് പൊൻകുന്നം മേഖലയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന സമ്മേളനം BMS ദേശീയ സമിതി അംഗം KK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘ് പൊൻകുന്നം മേഖലയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തിയും ദേശീയ തൊഴിലാളി ദിനവും ആചരിച്ചു. ജയന്തിയുടെ ഭാഗമായി റാലിയും സമ്മേളനവും നടന്നു. ശാന്തി ആശുപത്രി പടിയിൽ നിന്നും ആരംഭിച്ച റാലി പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ സമാപിച്ചു.
തൊഴിലാളികളുടെ മിനിമം വേതനം എന്നത് ഫെയർ വേജൻസിലേക്ക് മാറണമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്ക് ആനുപാതികമായി തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളന ഉദ്ഘാടനം BMS ദേശീയ സമിതി അംഗം KK വിജയകുമാർ നിർവഹിച്ചു. ദേശീയ ബോധമുള്ള തൊഴിലാളികളാണ് രാജ്യത്ത് വളർന്നു വരേണ്ടതെന്നും തീവ്രമായ ദേശസ്നേഹവും ദേശഭക്തിയും തൊഴിലാളികൾക്ക് വേണമെന്നാണ് BMSന്റെ ആശയമെന്നും KK വിജയകുമാർ പറഞ്ഞു. രാജ്യത്തിന്റെ അധ്വാനിക്കുന്ന കരങ്ങളാണ് തൊഴിലാളി സമൂഹം. തൊഴിലാളി സമൂഹത്തിന്റെ കരുത്ത്, തൊഴിലാളി സമൂഹത്തിന്റെ സമർപ്പണമാണ് നിശ്ചയമായും ആ രാജ്യത്തിന്റെ വികസനം. ആ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത് ആ രാജ്യത്തിലെ തൊഴിലാളി സമൂഹത്തിന്റെ സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോഴും തൻ്റെ അധ്വാനം കേവലം തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും കൂടെയാണ്, തൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് കൂടെയാണ് എന്ന മനോഭാവം തൊഴിലാളികൾ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് ഭാരതീയ മസ്ദൂർ സംഘം പറഞ്ഞത്, ദേശീയ ബോധമുള്ള തൊഴിലാളി ആണ് രാജ്യത്ത് വളർന്നു വരേണ്ടത്. ദേശീയ ബോധമുള്ള രാജ്യത്തെ തൊഴിലാളി പരിപൂർണമായും തൊഴിലാളികളുടെ മനസ്സിൽ തീവ്രമായ ദേശഭക്തിയും ദേശീയ ബോധവും ഉണ്ടാകണം എന്ന് BMS പറയുന്നു. സമ്മേളനത്തിൽ BMS മേഖലാ സെക്രട്ടറി PS ജിനുകുമാർ, BMS മേഖലാ പ്രസിഡന്റ് VR രഞ്ജിത്ത്, BMS മേഖലാ ജോയിന്റ് സെക്രട്ടറി PR രാജേഷ്, കോട്ടയം BMS ജില്ലാ സെക്രട്ടറി PR രാജീവ്, രജിഷ K രാജ്, KP ശ്രീകല, വിനേഷ് ലാൽ, VG രജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. SYS പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഖുർആൻ സമ്മേളനം ഈ മാസം 19-ന് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ നടക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ അഹമ്മദ് പങ്കെടുക്കും. വിശുദ്ധ ഖുർആനിന്റെ ആശയം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ SFIS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ സമ്മേളനം ഈ മാസം 19-ന് കോട്ടയത്ത് മാമ്മൻ മാപ്പിള ഹാളിൽ നടക്കും. ഖുർആൻ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച, പ്രബന്ധാവതരണം, പ്രഭാഷണം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുക. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ഖുർആൻ സമ്മേളനത്തിന് പ്രമുഖ പണ്ഡിതന്മാർ നേതൃത്വം നൽകും. രാവിലെ 9 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് റഫീഖ് അഹമ്മദ് സഖഫി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ SFIS സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ത്വാഹ സഖഫി അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാദമിക് സെഷനിൽ ഖുർആന്റെ വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവുകളിലുള്ള പഠന പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. ഹാമണി സമ്മിറ്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ സംബന്ധിക്കും. SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി, ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. കേരള സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, MP ഫ്രാൻസിസ് ജോർജ്, MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. SFISന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നഈമി, ഉമർ ഓങ്ങല്ലൂർ, റഫീഖ് അഹമ്മദ് സഖഫി തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവീകരണം പൂർത്തിയാക്കിയ ഇടക്കുന്നം കൂവപ്പള്ളി റോഡിന്റെ ഉദ്ഘാടനം ഈ മാസം 18-ന് ഇടക്കുന്നം കൂവപ്പള്ളി വാരിക്കാട്ട് കവലയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 4-ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് റോഡ് നാടിന് സമർപ്പിക്കും. പത്തനംതിട്ട MP ആന്റോ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപ മുതൽ മുടക്കിൽ BMBC നിലവാരത്തിലാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ജോസ് രാജൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി PR അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, TJ മോഹനൻ, ഡാനി ജോസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, ബന്ധപ്പെട്ട വാർഡുകളിലെ മെമ്പർമാരായ ശ്രീമതി ജോസിന അന്ന ജോസ്, ശ്രീ ആന്റണി മുട്ടത്തുകുന്നൽ, ശ്രീ ബിജോജി തോമസ്, ശ്രീ സുമിന അലിയാർ, ശ്രീ അലിയാർ KU, ശ്രീമതി എലിയാമ്മ ജോസഫ് തുടങ്ങിയ ബന്ധപ്പെട്ട വാർഡുകളിലെ മെമ്പർമാർ ഉൾപ്പെടെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും കൂടാതെ ആ പ്രദേശത്തെ മത, സാമൂഹ്യ, രാഷ്ട്രീയ നേതാക്കളുമെല്ലാം പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഉദ്ഘാടന സമ്മേളനമായി വിളിച്ചു ചേർത്തിട്ടുള്ളത്.
വരുമാനത്തിൽ വൻ കുതിപ്പുമായി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. NSG 3 ഗ്രേഡ് സ്റ്റേഷനിൽ തിരുവനന്തപുരം ഡിവിഷനിലെ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായി കോട്ടയം മാറി. 21,11 ലക്ഷം രൂപയുടെ വരുമാന നേട്ടമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയത്. വരുമാനത്തിൽ കുതിച്ചുകയറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ 21.11 കോടി രൂപയുടെ വരുമാന വർധനയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന് ഉണ്ടായത്. ഇതോടെ തിരുവനന്തപുരം ഡിവിഷനിൽ ഏറ്റവും വരുമാനമുള്ള 6ാമത്തെ സ്റ്റേഷനായി കോട്ടയം മാറി. മുൻപ് ഇത് 8ാമതായിരുന്നു. NSG 3 വിഭാഗത്തിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായും കോട്ടയം മാറിയിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനയ്ക്കൊപ്പം ശബരിമല സീസണിൽ സ്പെഷ്യൽ ട്രെയിനുകൾ കൂടുതൽ കോട്ടയത്തു നിന്നും കൈകാര്യം ചെയ്തതും വരുമാന വർധനയ്ക്ക് കാരണമായി. ചെന്നൈയിൽ നിന്നുള്ള വന്ദേ ഭാരത് സ്പെഷ്യൽ ഉൾപ്പെടെ 30 ശബരിമല ട്രെയിനുകളാണ് കഴിഞ്ഞ നവംബർ മുതൽ ജനുവരി വരെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കൈകാര്യം ചെയ്തത്. ആലുവ, നാഗർകോവിൽ ജംഗ്ഷനുകളെ മറികടന്നാണ് കോട്ടയം സ്റ്റേഷൻ മികവറിയിച്ചത്. അതേസമയം ഹാൾട്ട് സ്റ്റേഷനുകളടക്കം ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും വരുമാനവും യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചത് കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങളും ട്രെയിനുകളും അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. വാഴൂർ ബ്ലോക്കിൽ വെള്ളാവൂർ പഞ്ചായത്തിൽ വെള്ളാവൂർ കൃഷിഭവന്റെ കീഴിൽ കൃഷിശ്രീ സെന്റർ പ്രവർത്തിച്ചു വരുന്നു. ഇതിലേക്ക് സർവീസ് പ്രൊവൈഡർമാരായി വാഴൂർ ബ്ലോക്കിന് കീഴിലുള്ള 6 പഞ്ചായത്തിൽ താമസിക്കുന്നവരിൽ നിന്നുള്ള യുവതി-യുവാക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രായം 18-നും 45-നും ഇടയിൽ. യോഗ്യത: വാഴൂർ ബ്ലോക്കിൽ താമസിക്കുന്നവർ, ITI, ITC, ഡ്രൈവിംഗ് ലൈസൻസ്, കാർഷിക യന്ത്രങ്ങൾ ഓടിക്കാൻ പരിജ്ഞാനം നേടിയവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ 2024 സെപ്റ്റംബർ 27-നകം ഇടിയിരിക്കാപ്പുഴയിലുള്ള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നേരിട്ട് ഹാജരാകേണ്ടതാണ്. വിവരങ്ങൾക്ക് ഫോൺ 9383470744. ടെമ്പിൾ ടൗൺ ലയൺസ് ക്ലബ്ബും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ചേർന്ന് നടത്തുന്ന സൗജന്യ മെഗാ നേത്രചികിത്സാ ക്യാമ്പ് രാമപുരം സെന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ ഹാളിൽ 21-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ നടക്കും. തിമിര ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ച് സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. രജിസ്ട്രേഷൻ ഫോൺ 9845976668. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗം. പരിക്കേറ്റയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ സർക്കാരിന്റെ എസ്റ്റിമേറ്റ് കണക്ക് മനുഷ്യത്വരഹിതമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാർ പുറത്തുവിട്ട കണക്ക് കള്ളക്കണക്കാണെന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും തിരുവഞ്ചൂർ. അല്ലപ്പാറയിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം. കേന്ദ്രം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. നശിക്കുന്നത് 40 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.